എല്ലാവർക്കും ജേസൺ ആർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജപ്പാനീസ് റെഡ് ഡയമണ്ട് ഗോവ, ജപ്പാൻ പേരയ്ക്ക എന്ന് പറയുന്ന ആ പേര ചെടീനെ പറ്റിയാണ്. ചെടിയാണ്, മരമായിട്ടില്ല, ചെറുതാണ്. അപ്പോൾ അതുമേ നമുക്ക് അത്യാവശ്യത്തിന് ഫ്രൂട്ട്, അതായത് പേരക്കായ ചെറുതുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു പേരയ്ക്ക് വലുതായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ചെറിയൊരു സൈസ് പാകമാകാറായിട്ടുണ്ട്. ഒരു 4-5 ദിവസത്തിനുള്ളിൽ പാകമാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ ബ്രാഞ്ചസ്, ഇങ്ങനെയാണ് അതിൻ്റെ ബ്രാഞ്ചസ് വരുന്നത്. നിറയെ ബ്രാഞ്ചസ് വരുന്നുണ്ട് ഇതിന്. അതിൻ്റെ കൂടെ തന്നെ നിറയെ കായകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. മറ്റുള്ള പേരകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ച് പേരക്കായ കുറച്ച് കൂടുതൽ ഇതിന് ഉണ്ടാവുന്നുണ്ട്. അത്യാവശ്യത്തിന് പേരക്കായ ബ്രാഞ്ചസ് അതുമാതിരി കുറേ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 2 വർഷത്തോളമായ ചെടിയാണ് കേട്ടോ. ഇത് 2 വർഷം ആയിട്ടുണ്ടാവുള്ളൂ. 1 വർഷം കഴിഞ്ഞപ്പോൾ ഇതിൽ വെച്ചിട്ട്, അതിന് മുന്നേ 1 വർഷം നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആയിട്ടുണ്ടാവണം. ആ ഒരു ഡ്യൂറേഷനാണ് ഈ ചെടിയിൽ ഉള്ളത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഇത് നമ്മൾ ഒരു ഡ്രമ്മ് വലിയ ഡ്രമ്മ് വാങ്ങിച്ചിട്ട് അതിന് പകുതിയാക്കിയിട്ട് അതിൻ്റെ ഒരു പകുതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അതിനൊരു 3/4 മുക്കാൽ ഭാഗം അളവിൽ നമ്മൾ മണ്ണിട്ടു. അതിൻ്റെ കൂടെ നമ്മൾ ഈ എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ ഈ ചകിരിച്ചോറ്, ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വലിയ കുഴപ്പമില്ല, ഗ്രോത്ത് ഉണ്ട്, വളരുന്നുണ്ട്. പിന്നെ പുതിയ ബ്രാഞ്ചസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്. മറ്റുള്ള പേരനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി അധികം നമുക്ക് ഫ്രൂട്ട് ഇതുമെന്ന് ഉണ്ടാവുന്നുണ്ട്. അതൊരു പ്ലസ് പോയിൻ്റാണ് ഇതിന്. പിന്നെ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് കുറച്ച് ലെങ്തി ആയിരുന്നു. അത് കാരണം ഞാനിതിനൊരു സപ്പോർട്ട്, ഒരു റോഡ് ഇതിന് വെച്ചിട്ട് അതിന് ജസ്റ്റ് കെട്ടിയിട്ടുള്ളതാണ്. കുറച്ച് ലെങ്തി. ഇപ്പോൾ അവിടെയുള്ള ഒരു 5-6 പേരയ്ക്ക എൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാകുമ്പോൾ തന്നെ കുറച്ച് വെയിറ്റ് വരും അതിന്. അപ്പോൾ അതിനൊരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചുള്ളതാണിത്. ഇപ്പോൾ ഇതിന് മുന്നേ ഒരു 4-5 പേരയ്ക്ക ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ ക്ലോസപ്പ് വീഡിയോ. അപ്പോൾ ഈ പേരയ്ക്ക നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ലൊരു പിങ്ക് കളറുള്ള ഫ്ലഷാണ് ഇതിനുള്ളിലുള്ളത്. അതുമാതിരി സീഡ് കുറവുള്ളൂ, നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് വയ്ക്കാനൊന്ന് ശ്രമിക്കുക. അതായത് ബഡ് ചെയ്ത അല്ലെങ്കിൽ എയർ ലെയർ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ഇതാണ് നമുക്കിത് മേടിക്കാൻ കിട്ടുന്നത്. നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടും. ജപ്പാൻ റെഡ് ഡയമണ്ട് ഗോവ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ മറ്റുള്ള വളങ്ങളുടെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു വളം ഉണ്ടല്ലോ, സൂപ്പർ മീൽ ആപ്ടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണിത്. ഇത് നമ്മൾ മാസത്തിലൊരിക്കൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് നമ്മൾ ആ മേലത്തെ മണ്ണൊന്ന് സൈഡിലേക്ക് നീക്കിയിട്ട് കുറച്ച് ഒരു 2 കൈ കൊണ്ട് കിട്ടുന്ന പൊടിയുണ്ടല്ലോ, അതൊന്ന് ചുറ്റുപതറിയിട്ട് ജസ്റ്റ് മണ്ണിട്ട് മൂടാറുണ്ട്. അങ്ങനെ ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആപ്ടെക്കിൻ്റെ ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ, ആപ്ടെക് ഫിഷ് അമിനോ. അപ്പോൾ ഇതൊരു ഈ മീനിൽ നിന്ന് ഉണ്ടാക്കണതാണെന്നാണ്, അങ്ങനെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇതൊരു നല്ല സംഭവമാണ് കേട്ടോ. നല്ല ബെനിഫിറ്റും നല്ല ചെടിക്ക് കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടാൻ നല്ല പ്രൊഡക്റ്റാണിത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സംഭവം ആക്റ്റീവ് സൈം മോഡി കെയറിൻ്റെ ഈ പ്രൊഡക്റ്റ് നല്ലതാണ്. ഞാനിത് രണ്ടും, ഇത് നമുക്ക് 5 മില്ലി എടുത്തിട്ട് അത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നമ്മളിതിലേക്ക് തളിക്കാറുണ്ട്. ഇത് 2 മാസത്തിലൊരിക്കൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആപ്ടെക് എന്തായാലും കിട്ടും, ഷോപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. ആക്റ്റീവ് സൈം ഈ മോഡി കെയർ എന്ന പ്രൊഡക്റ്റാണ്. അത് കടകളിൽ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാൽ ചില ആൾക്കാർ ഈ മോഡി കെയറിൻ്റെ മാത്രം പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾക്കാരെല്ലാം എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് പറ്റുവാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക, നല്ലതാണ്, റിസൾട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കൊരു പ്രചോദനം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇടുന്നതായിരിക്കും. ഇനി ബാക്കി കുറേ ചെറിയ മുട്ടകളും പൂക്കളൊക്കെ ആയിട്ട് കായകളൊക്കെ ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രോത്ത് വലുതാകുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ഇടുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ അത് കട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എവരിവൺ.